സജിത്ത് നേരത്തെ കേരളത്തിന്റെ വ്യവസായ നയങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ ലേഖനം എഴുതുന്നു. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലടക്കം മോദിയെ ശരിവെക്കുന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഈ വിഷയം ഒരേപോലെ ചൂടുപിടിച്ച ചർച്ചയായി മാറുന്നു. ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ലേഖനം പുറത്തു വരുന്നത്. അതിലും കോൺഗ്രസിനെ അതിശക്തമായ ഭാഷയിലാണ് ശശി തരൂർ വിമർശിക്കുന്നത്. കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലേക്ക് തന്നെയല്ലേ ഇതിനെ നോക്കിക്കാണേണ്ടത്? തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് തന്നോട് അതൃപ്തിയുണ്ട് എങ്കിൽ, കോൺഗ്രസ് തന്നെ പുറത്താക്കുന്നുവെങ്കിൽ അതിന് താൻ ഒരുക്കമാണ് എന്ന് തന്നെയല്ലേ തരൂർ പറഞ്ഞു വെക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ തരൂർ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നൽകിയ അഭിമുഖം തന്നെയാണോ ഇത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പൂർണ്ണമാവേണ്ടതുണ്ട്. അതിൽ സംസ്ഥാനത്തെ നേതാക്കൾ അതിന് മുമ്പ് കൊടുത്ത ഈ അഭിമുഖം എന്ന തരത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് രമേശ് ചെന്നിത്തല അടക്കം ആ നിലപാടെടുക്കുന്നത്. അതായത് എൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഈ അഭിമുഖത്തിലൂടെ പുറത്തു വന്ന തരൂരിന്റെ നിലപാടിൽ മാറ്റമുണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള സംസ്ഥാനത്തെ നേതാക്കൾ വിശ്വസിക്കുകയും പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതാണ്. പക്ഷേ അതല്ല, അതിനും ശേഷം ഈ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂർ ഇത്തരമൊരു നിലപാടെടുത്താൽ അതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമുണ്ട്. അത് തരൂർ പുറത്തേക്ക് എന്ന സൂചന തന്നെ അതിൽ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട്. ശശി തരൂർ തന്നെയാവാം ഒരുപക്ഷെ അതിൽ സ്ഥിരീകരണം നടത്തേണ്ടത്. ഇതിനകം തന്നെ ചില മാധ്യമങ്ങളുമായി തരൂർ തന്റെ അഭിപ്രായം പങ്കുവെച്ചത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഈ ഞാൻ സൂചിപ്പിച്ച കാര്യത്തിൽ തരൂർ വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ അതിനപ്പുറം ഈ തലക്കെട്ടിനോട് താൻ പൂർണ്ണമായും യോജിക്കുന്നില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: തരൂർ ചില കടുത്ത നിലപാടുകൾ തന്നെയാണ്. ആ കടുത്ത നിലപാട് തീർച്ചയായും കോൺഗ്രസിനെ അമ്പരപ്പിക്കുന്ന നീക്കം തന്നെയായി മാറുകയാണ്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയായി, അതായത് ഈ തരൂർ വിവാദം ഇങ്ങനെ ചർച്ചയാവുന്നത് തരൂരിനെ തള്ളാതെയും കൊള്ളാതെയും നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിലുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനകത്ത് ആശയക്കുഴപ്പമായി അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഹൈക്കമാൻഡ് ഇടപെട്ട ഒരു വിഷയത്തിൽ തരൂരിനെ ഇനി പരസ്യമായി എതിർത്ത് നിലപാടെടുക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. അതേസമയം തരൂർ പറയുന്ന കാര്യങ്ങളെ തള്ളി പറയാതിരിക്കാനും ആവില്ല. ഇങ്ങനെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയാണ്. ചുരുക്കത്തിൽ ഈ ആശയക്കുഴപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നഷ്ടമായി മാറുന്നു എന്നാണ് സാഹചര്യം. മറുവശത്തേക്ക് നോക്കുക, CPM അടക്കമുള്ളവർ ഈ ആശയക്കുഴപ്പത്തെ, തരൂരിന്റെ നിലപാടിനെ പരമാവധി പ്രൊജക്ട് ചെയ്തുകൊണ്ട് അത് രാഷ്ട്രീയ ചർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തരൂർ എവിടെ നിൽക്കുകയാണോ പുറത്തേക്കോ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. അത് അഭ്യൂഹമായി തുടരുകയാണ്. അതെന്തായാലും തരൂർ തന്നെയാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ ഒരു കാര്യം കൃത്യമായി പുറത്തു വരുന്നത്: ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂർ ഉടക്കിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ തരൂരിന്റെ നീക്കം കോൺഗ്രസിനെ അമ്പരപ്പിക്കും. അത് വലിയ തരത്തിലുള്ള തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഇന്റർവ്യൂ എന്നാണ് നൽകിയത്, അല്ലെങ്കിൽ ഈ ലേഖനം എപ്പോൾ തയ്യാറാക്കിയതാണ് എന്നതിൽ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അപ്പോഴും തരൂരിന്റെ ഉള്ളിലിരിപ്പോ അല്ലെങ്കിൽ തരൂരിന്റെ നിലപാടുകളോ ആണല്ലോ ഈ ലേഖനത്തിൽ പ്രതിഫലിക്കുന്നത്. കൃത്യമായ അതൃപ്തിയിലാണ് ശശി തരൂർ എന്ന് തന്നെയല്ലേ ആ ലേഖനത്തിലെ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നേരത്തെ ഈ ലേഖനം, അതായത് സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ലേഖനം പുറത്തു വന്നതിന് ശേഷം ശശി തരൂരിനോട് തിരുത്തണം എന്ന് സംസ്ഥാന നേതൃത്വം ഒരേ സ്വരത്തിൽ പറയുന്നു. അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിനുശേഷം ദേശീയ തലത്തിലടക്കമുള്ള വിഷയങ്ങൾ, അതിപ്പോൾ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനമാകട്ടെ, അതിലും നിലപാട് തിരുത്തുന്നില്ല. അതോടൊപ്പം തന്നെയാണ് തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ട്, തന്നെ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ കൃത്യമായ അതൃപ്തി പ്രകടമാവുകയല്ലേ? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഇത് ഇന്റർവ്യൂ നൽകിയത് മുമ്പോ ശേഷമോ എന്ന തർക്കത്തിനും അതിന്റെ സ്ഥിരീകരണത്തിനും അപ്പുറം തരൂരിന്റെ നിലപാടായിരുന്നു ഇത് എന്നതാണ് പ്രസക്തമായ കാര്യം. അതുകൊണ്ട് തരൂർ ആ നിലപാടിൽ തന്നെയാണ്. മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒന്നും തരൂർ നിലപാട് മാറ്റിയിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയപ്പോഴും താൻ പറഞ്ഞതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന നിലപാടെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് ശശി തരൂർ എന്തു പറഞ്ഞോ ആ കാര്യത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെയും പിന്നോട്ട് പോയി എന്നതിൻ്റെ സൂചനയില്ല. അത്തരമൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുമില്ല എന്നതാണ് സാഹചര്യം. അതിനുശേഷമാണ് ഈ ഡിവൈഎഫ്ഐയുമായുള്ള കൂടിക്കാഴ്ച പോലും, അവരുടെ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടത് പിന്നീടുമാണ്, ഈ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ തരൂർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തത, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. തരൂർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, കോൺഗ്രസിന് സംസ്ഥാനത്ത് നേതൃദാരിദ്ര്യം എന്ന കാര്യം അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുന്നു. മറ്റൊന്ന്, പാർട്ടി തന്നെ അവഗണിച്ചാൽ മറ്റ് സാധ്യതകളുണ്ട് എന്ന കാര്യം. കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ്. സംസ്ഥാനത്തെ സംഘടനാ സംവിധാനം സംബന്ധിച്ച കൃത്യമായ വിമർശനം തന്നെയാണ്. അത് ശശി തരൂർ അഭിമുഖം ഏത് കാലത്ത് നൽകിയാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയായിരുന്നു എന്ന കാര്യം പ്രസക്തമാണ്. മാത്രമല്ല, ഈ അഭിമുഖം പുറത്തു വന്നതിന് ശേഷവും അദ്ദേഹം ബന്ധപ്പെട്ട ചില മാധ്യമ
മാധ്യമപ്രവർത്തകരോടെങ്കിലും പങ്കുവച്ചത് അതിന്റെ തലക്കെട്ടോടിനോട് മാത്രം തനിക്ക് ചില വിയോജിപ്പുണ്ട് എന്നത് മാത്രമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതിനപ്പുറം അതിന്റെ ഉള്ളടക്കത്തിൽ തന്നെ തരൂർ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. യെസ്, ഇവിടെ ഡാൻ കുര്യൻ കൂടി തുടരുന്നുണ്ട്. ഡാൻ, ഇതിൽ ആദ്യം തയ്യാറാക്കിയ ലേഖനം അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. പിന്നീട് ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച. അതിനു മുമ്പ് നമുക്കറിയാം സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത അതൃപ്തിയിലായിരുന്നു. അത് പ്രതിപക്ഷ നേതാവാകട്ടെ, KPCC അധ്യക്ഷനാകട്ടെ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല പോലെയുള്ള നേതാക്കളൊക്കെ കുറച്ച് കടത്തിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. KPCC അധ്യക്ഷൻ അതിൽ തരൂരിന്റെ പേര് പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും പെട്ടിക്കടകൾ മുതൽ കോഴിക്കടകൾ വരെയൊക്കെ നിരത്തിയാണ് വികസന ഉയർത്തി കാണിക്കുന്നത്. തരൂരിന് തെറ്റിപ്പോയതാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് തരൂർ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് എന്ന് പറയുന്നു. അപ്പോഴുമൊക്കെ തരൂർ ഉറച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ അതിനുശേഷമാണല്ലോ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച. അതായത് ഇനി തരൂരിന്റെ ഭാഗത്ത് നിന്ന് എന്തു പ്രതികരണങ്ങൾ ഉണ്ടായാലും മറ്റ് നേതാക്കൾ കരുതലോടുകൂടി മാത്രമേ പ്രതികരിക്കൂ. ഹൈക്കമാൻഡ് കൂടി ഇടപെട്ട പശ്ചാത്തലത്തിൽ ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കണം തരൂരുമായി ബന്ധപ്പെട്ട വിഷയം എന്നൊരു നിലപാടിലേക്കായിരിക്കുമോ സംസ്ഥാന നേതൃത്വവും പോവുക? പ്രത്യേകിച്ച് നേതൃത്വമില്ലായ്മയും ശശി തരൂർ ഈ ലേഖനത്തിൽ ഉയർത്തി കാണിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളപ്പോൾ. അഭിലാഷ്, അവിടെ നമ്മൾ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ലേഖന വിവാദത്തിലേക്ക് മാത്രം ചുരുക്കി കാണരുത്. ഈ തരൂരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും. അതായത് പാർട്ടിയുടെ പൊതു നിലപാട് ഒന്നായിരിക്കുകയും അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് തരൂർ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്ത പശ്ചാത്തലത്തും ഈ ലേഖനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതിന് മുൻപ് തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച മറ്റ് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ തരൂർ വ്യത്യസ്തമായൊരു നിലപാടാണ് എടുത്തത്. അദ്ദേഹം നേരത്തെ മുതൽ ആവർത്തിക്കുന്നത് വികസന കാര്യത്തിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലെന്നാണ്. അദ്ദേഹത്തിന്റെ ആ നിലപാടിനോട് സംസ്ഥാനത്തെ ഭൂരിഭാഗം വരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വിയോജിപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ആ നിലപാട് തൽക്കാലത്തേക്കെങ്കിലും പരസ്യമായി മിതപ്പെടുത്താൻ തയ്യാറാകുന്നത്, നിർബന്ധിതരാകുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ തരൂർ മുമ്പോട്ട് വെക്കുന്ന ഈ നിലപാടുകളെ രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. അവിടെയാണ് തരൂരിന്റെ അഭിപ്രായങ്ങളോട് പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ എത്തിക്കുന്നത്. അതോടൊപ്പം തരൂർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, UDFിലെ ഘടകകക്ഷികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നോട് സംസാരിച്ചിട്ടുണ്ട്. നേതൃത്വവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർക്കും വിയോജിപ്പുണ്ട് എന്ന കാര്യം ഇത് നേരത്തെ തന്നെ പരസ്യമായതാണ്, വലിയ തരത്തിൽ ചർച്ചയായി മാറിയ കാര്യമാണ്. അവിടെ ലീഗ് നേതൃത്വമടക്കം തരൂർ എടുക്കുന്ന നിലപാടിനൊപ്പമാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ശശി തരൂർ ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെടുത്ത അതേ നിലപാട് ഇപ്പോഴും തുടരുകയും ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം, രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ലേഖനം പുറത്തുവരികയും ചെയ്യുമ്പോൾ അത് എപ്പോൾ എഴുതിയതാണ് എന്നതിനപ്പുറത്തേക്ക് അതിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ അതേ തുടർച്ച തന്നെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പരമ്പരാഗതമായ കോൺഗ്രസ് വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയ അനുഭാവമുള്ളവരുടെ കൂടി വോട്ട് ഒപ്പം ചേർത്താൽ മാത്രമേ കോൺഗ്രസിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തിരിച്ചുവരാൻ കഴിയൂ എന്ന് തരൂർ പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകളുടെ കണക്ക് നിരത്തിക്കൊണ്ട് ആണ് എന്നതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. എന്തായാലും ശശി തരൂർ വിവാദം അവസാനിക്കുന്നില്ല. തരൂർ ലേഖന പരമ്പര തുടരുക തന്നെയാണ്. കോൺഗ്രസിന് മുന്നറിയിപ്പുമായിട്ടാണ് ഇത്തവണ ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയിട്ടുള്ള ലേഖനം പുറത്തുവരികയും ചെയ്യുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാൻ കുര്യനും ഒപ്പം TG സജിത്തും നൽകിയത്.